വിശുദ്ധ ജോസഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ടീച്ചറെ? ഈശോയുടെ വളർത്തുപിതാവായിരുന്നു വിശുദ്ധ ജോസഫ്. തിരുകുടുംബത്തിൻ്റെ നാഥൻ എന്നാണ് ജോസഫിനെ വിശേഷിപ്പിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ യോസഫ് എന്ന പേരിൻ്റെ അർത്ഥം വളരുക, വളർത്തുക എന്നൊക്കെയാണ്. ദാവീദ് വംശത്തിൽപ്പെട്ട മരപ്പണിക്കാരനായിരുന്നു വിശുദ്ധ ജോസഫ്. ഈശോയും മാതാവും ഔസേപ്പും അടങ്ങുന്ന നസ്രത്തിലെ ഒരു കൊച്ചു കുടുംബമാണ് ഔസേപ്പിതാവിൻ്റേത്. സ്വന്തം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ വളരെ ധൈര്യപൂർവ്വം അഭിമുഖീകരിച്ച വിശുദ്ധ യൗസേപ്പ് ആധുനിക കാലത്തിലെ പുരുഷന്മാർക്കുള്ള ഉദാത്ത മാതൃകയാണ്. എളിമ, വിശുദ്ധി, ധൈര്യം എന്നിവയാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ സൽഗുണങ്ങൾ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ 2 ദിവസങ്ങളിലായിട്ടാണ് പ്രധാനമായും ആഘോഷിക്കുന്നത്. ഒന്നാമത്തെ തിരുനാൾ മാർച്ച് 19-നും രണ്ടാമത്തെ തിരുനാൾ മെയ് 1-നുമാണ്. ആഗോള സഭയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. മരണശയ്യയിൽ കിടക്കുന്നവരുടെ മധ്യസ്ഥനായും തൊഴിലാളികളുടെ മധ്യസ്ഥനായും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നാം പറയപ്പെടുന്നു. ദാവീദ് വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിലുപരി മാതാവിൻ്റെ ജീവിത പങ്കാളിയാകുവാനുള്ള അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ജോസഫ്. ഈശോയെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചത് വിശുദ്ധ ജോസഫ് തന്നെയാണ്. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ ഈശോയെ പഠിപ്പിച്ചത് വിശുദ്ധ ജോസഫാണ്. മാതാവിനെയും ഈശോയെയും ഔസേപ്പ് പിതാവിനെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താലേ നമ്മുടെ കുടുംബവും തിരുകുടുംബമാവുകയുള്ളൂ. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ.